കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും കർത്താവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കാൻ ഓരോ ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന വഴികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവൻ സ്തുതികൾക്ക് യോഗ്യൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. എല്ലാ ആരാധനയും എല്ലാ നന്ദിയും എല്ലാ സ്തോത്രവും ഈ പ്രഭാതത്തിൽ കർത്താവിന് കൊടുക്കുകയാണ്. മറ്റൊന്നിലും പുകഴാനുമില്ല, മറ്റൊന്നിലും അഹങ്കരിക്കാനുമില്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ അത് കർത്താവിന്റെ ദാനമെന്നോർത്ത് നമുക്ക് നന്ദി പറയാം. ഞാൻ ഒരു കാര്യം ഇന്നലെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം. ഒരു നാളും തള്ളിക്കളയാത്തതും ഒരു നാളും എന്നെ ഉപേക്ഷിക്കാത്ത നല്ലൊരു കർത്താവ് നമുക്കുള്ളത്. ദൈവവചനം പറയുന്നത് അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കൈവിട്ടാലും, യേശു പറഞ്ഞ വാക്കാണ്, അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കൈവിട്ടാലും ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്നാ വാക്കാണല്ലേ. മനുഷ്യർ തള്ളിക്കളയും. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നോക്ക് ആരും സഹായിക്കാൻ കാണത്തില്ല, അല്ലേ ശില? ആ പ്രതികൂലത്തിന്റെ മധ്യത്തിലൊക്കെ എല്ലാവരും തള്ളിക്കളയും. പക്ഷെ എന്റെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയാത്ത ഇന്നൊരു പ്രത്യേക ദൂതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രീസ് ചിലരൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് കഴിഞ്ഞ് എന്നിട്ടും ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പം എന്നാ ബ്രദറെ, എന്നെ തള്ളിക്കളഞ്ഞാണോ കർത്താവ്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയുള്ള ചോദ്യം? നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വേണ്ട ചില ഏറിയകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, അല്ലേ? ഇന്ന് പ്രഭാതത്തിലും നമ്മൾ ദൈവസന്നിധിയിൽ എത്ര വർഷം മുമ്പോട്ട് പോയ വ്യക്തിയായിരിക്കും. പല വർഷങ്ങളായി കാണും രക്ഷിക്കപ്പെട്ടിട്ട്, പല വർഷങ്ങളായി കാണും സ്നാനപ്പെട്ടിട്ട്, കർത്താവിൽ വിശ്വസിച്ച് മുന്നേറാൻ തുടങ്ങിയിട്ട് പല വർഷങ്ങളായി കാണും. എന്നാൽ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില വിഷയങ്ങളിൽ ഇന്ന് പകലും വിടുതൽ കാണേണ്ടിവർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയാം, ആ വിഷയത്തിന്റെ അകത്ത് എന്റെ കർത്താവിന്റെ അത്ഭുതകരം കർത്താവ് നീട്ടുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, വാഴ്ത്താം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഒരാഴ്ചയും കൂടെ തീരുവ. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നമുക്ക് സന്തോഷിക്കാം. ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും എത്ര വേഗമാണ് നമ്മളെ വിട്ടു പോകുന്നത്. പക്ഷെ ഒരു നാളും കൈവിടാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, കർത്താവെ നീ എന്താ എന്നെ കൈവിട്ടെന്ന്. ഇല്ല, അവൻ ഒരിക്കലും കൈവിടത്തില്ലെന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തോന്നല കർത്താവ് കൈവിട്ടെന്ന്, പക്ഷെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ എത്രയോ, ജോസഫിന്റെ കാര്യം നമുക്കറിയാം, അബ്രഹാമിന്റെ കാര്യം അറിയാം. തങ്ങളെല്ലാം തങ്ങളുടെ വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്തവരാ, അല്ലെ? ദാനിയേലാണെങ്കിലും ആ സിംഹക്കുഴിയിൽ ഇട്ടപ്പോഴും താൻ തന്റെ കർത്താവിനെ വിട്ടു മാറിയില്ല. ആ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചു. അവർ ആ വിഷയങ്ങളുടെ വിടുതൽ കണ്ടു. അതുകൊണ്ട് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്കു പറഞ്ഞ ആ കർത്താവിന്റെ വാക്കിൽ, ആ വചനത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വസിച്ച് ആ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ വഴികളും വാതിലുകളും നമ്മുടെ ജീവിതത്തിൽ തുറക്കും. പ്രതിസന്ധികൾ മാറിപ്പോവും. കർത്താവ് കൂടെയുണ്ടെന്ന് ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നെന്ന് പറഞ്ഞതുപോലെ ആ മനുഷ്യർ നമ്മളെ തള്ളിയാലും, ചിലപ്പം പെറ്റമ്മ നിങ്ങളെ തള്ളിയാലെന്ന് വചനം പറഞ്ഞിട്ടുള്ള നമ്മൾ എത്രയോ കാര്യങ്ങൾ കേൾക്കുന്നു. സ്വന്തം മക്കളെ പെറ്റമ്മ ഉപേക്ഷിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ മക്കള് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന എല്ലാം ഈ ലോകത്തിലാകുമ്പോൾ അതല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം ഹസ്ബൻഡ് വൈഫ് റിലേഷനാണ്. അതുപോലെ തന്നെ മാതാപിതാക്കള്, മക്കള്, ഇവരെല്ലാം പരസ്പരം തള്ളിക്കളയുന്നത് നമ്മൾ ഈ ലോകത്തെ ഓരോ ദിവസവും. അത് മാത്രമല്ല, വളരെ നീചമായി കൊലപാതകങ്ങൾ വരെ നമ്മൾ കാണുക, അല്ലെ, അവരുടെ ഇടയിൽ. അതല്ല ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല. സ്നേഹം തുറഞ്ഞു പോകും, എല്ലാവരും ഉപേക്ഷിക്കപ്പെടും, അല്ലെ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത്. പക്ഷെ വാക്ക് പറഞ്ഞ ഒരു കർത്താവുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ ഒരു കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ
കാര്യത്തിൽ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഇപ്പം ലജ്ജിക്കും, ഇപ്പം തീർന്നു പോകും, ഇപ്പൊ ഒന്നും നടക്കത്തില്ലെന്നേ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത്ഭുത വഴി ഒരുക്കും. അല്ലെ, ആ പത്രോസ ആ വെള്ളത്തിന്റെ മീതെ നടന്നതുപോലെ ചില പ്രതികൂലങ്ങളുടെ മീതെ കർത്താവ് നിങ്ങളെ നടത്തും. വലിയ കാറ്റും കോളും അടിച്ചുകൊണ്ടിരുന്ന ആ കടലിന്റെ മേൽ കർത്താവ് നടന്നു വന്നപ്പോൾ ആ പത്രോസ് മാത്രമേ ഉള്ളൂ വരിക എന്ന വാക്കിന് വില കൽപ്പിച്ച് താൻ ആ വെള്ളത്തിന്റെ മുകളിൽ ചവിട്ടിയത്. പ്രതികൂലത്തെ നോക്കിയപ്പോൾ താൻ നാന്നു പോയപ്പോഴും കർത്താവ് കൈവിട്ടില്ല. കർത്താവ് കൈ പിടിച്ച് അതിൽ നിന്ന് പൊക്കിയെടുത്ത ഒരു കർത്താവ്. അതുപോലെ നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പ്രതികൂലത്തിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ തല താന്നു പോകത്തില്ല. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹവും അത്ഭുതവുമാക്കി എന്റെ കർത്താവ് തീർക്കും. ഷീന പറഞ്ഞ പോലെ ആ കർത്താവിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് വരിക എന്ന വാക്കിന് പത്രോസ് ഇറങ്ങിത്തിരിച്ചു. പക്ഷേ കാറ്റിനെ നോക്കി, തിരമാലകളെ നോക്കി താന്നുപോയി. ഉടനെ ഒരടിയല്ല യേശു, ആ ഒരു ചവിട്ടൂടെ പത്രോസിന്റെ തല നോക്കി ഒരു ചവിട്ടൂടെ നീ മുങ്ങട എന്ന് പറഞ്ഞ് ഒരു ചവിട്ടൂടെ കൊടുത്ത കർത്താവല്ല, കൈ പിടിക്കുന്ന കർത്താവാണ്. നമ്മൾ ചിലപ്പോൾ അകന്നു പോയതായിരിക്കും, ചിലപ്പോൾ തള്ളിക്കളഞ്ഞതായിരിക്കും, നമ്മൾ ഉപേക്ഷിച്ചതായിരിക്കും. ഇനി എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് അടച്ചു വെച്ചതായിരിക്കും. അവിടെയും തള്ളാത്ത ആ വലിയ മഹൽ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആ കർത്താവ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രീസ്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ കർത്താവിന്റെ പദ്ധതികൾ ഒരിക്കലും തീർന്നു പോയിട്ടില്ല. പ്രീസ്, അതെ, വലുതും വിശാലവുമാണ്. കർത്താവ് ഒരിക്കലും ഒന്നും ചെറുതായിട്ട് ചെയ്യത്തില്ല. ബിക്കോസ് ഈസ് എ ബിഗ് ഗോഡ്. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ വലിയൊരു കർത്താവാണ്. അതുകൊണ്ട് കർത്താവിനൊന്നും ഒരിക്കലും ചെറുതായിട്ട് ചെയ്യാൻ കർത്താവിന് അറിയത്തില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അത് വേഗത്തിൽ ഒരു ദൈവവചനം വായിക്കാൻ പോവുകയാണ്. ചില പ്രോഫറ്റിക്കലാണ്. നിങ്ങളോട് ആരോടൊക്കെയോ നിങ്ങൾക്ക് ഇത് ഒരു പ്രോഫറ്റിക്കൽ വേർഡ് ആയിട്ട് തോന്നുന്നു എങ്കിൽ പ്ലീസ് നോക്ക്, നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് തോന്നുമെങ്കിൽ റിസീവ് ഇറ്റ്, അത് ഏറ്റെടുത്തു. എന്റെ കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. നോക്ക്, 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഷീന. മനുഷ്യർ തള്ളിയതെങ്കിലും ഇവിടെ ഐ എം ടോക്കിംഗ് ടു സമ്മൺ. മനുഷ്യർ തള്ളിയതെങ്കിലും, മനുഷ്യരാൽ തള്ളപ്പെട്ടാണോ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നത്? എല്ലാവരും നിങ്ങളെ ലജ്ജിപ്പിച്ചോ? നിങ്ങൾ ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിക്കുകയാണോ? എന്നാൽ ദൈവവചനം പത്രോസ്ലീഹ പറയുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും. മനുഷ്യർ തള്ളിക്കളയും. ആ ഷീന മുമ്പേ പറഞ്ഞതുപോലെ അമ്മ തന്റെ കുഞ്ഞുങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക്, ഞാൻ ഒരു നാളും നിന്നെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു നാമം, വിടുവിക്കുന്ന ഒരു നാമം, നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം എന്റെ കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ, ഈ ലോകമൊക്കെ നമ്മുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മളെ ഇട്ടിട്ട് പോകുന്ന ലോകമാണ്, കൈ ചൂണ്ടുന്ന ലോകമാണ്, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ലോകമാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുന്ന ലോകമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കർത്താവ് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ എത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവാണ്. ഇവിടെ പത്രോസ്ലീഹ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. ജീവനുള്ള കല്ല്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വന്നതുപോലെ നിങ്ങൾ മടക്കി പോകത്തില്ല. There will be a great change happening in your life. നിങ്ങളുടെ ജീവിതത്തിൽ നോക്ക്, നിങ്ങളുടെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും, നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും, നിങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റമുണ്ടാകും, നിങ്ങളുടെ ഭൗതികമായ രംഗത്ത് മാറ്റമുണ്ടാകും. എല്ലാ നിലകളിലും എല്ലാ തലങ്ങളിലും എന്റെ കർത്താവ് നിങ്ങളെ പണിയുന്നവനാണ്. ഒരിക്കലും തള്ളിക്കളയുന്ന കർത്താവല്ല. കർത്താവിന്റെ സന്നിധിയിൽ വന്ന ഒരാളും, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നിങ്ങൾ നോക്കിക്കോ, ആ ശുശ്രൂഷയിൽ ഉടനീളം നമ്മൾ കാണുന്ന ആ യേശുവിന്റെ അടുത്ത് വന്ന ആരും വന്നതുപോലെ മടങ്ങിപ്പോയിട്ടില്ല. യേശുവിന്റെ അടുത്ത് വന്ന ആരെയും നിരാശയോടെ കർത്താവ് മടക്കി വിട്ടിട്ടില്ല. ആ സൊറോഫോനിക്കക്കാരി സ്ത്രീ കർത്താവ് നടക്കത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ അവള് പിടിച്ചു മേടിച്ചുകൊണ്ട് പോയി. ഒരിക്കലും അവളെ കർത്താവ് നിരാശപ്പെടുത്തിയില്ല. കർത്താവിന്റെ അടുത്ത് നോക്ക്, ഒരു രക്തസ്രവക്കാരി സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്നു, താൻ പിന്നിലൂടെ വന്നു, കർത്താവ് അറിയണ്ട, ആരും കാണണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷേ നോക്ക്, കർത്താവിന്റെ കയ്യിൽ നിന്ന് അവൾ പ്രാപിച്ചുകൊണ്ട് പോയി. നോക്ക്, മറ്റാർക്കും അത് മനസ്സിലായില്ല, അവക്കത് മനസ്സിലായി.
മനസ്സിലായി, കർത്താവിന് അത് മനസ്സിലായി. ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടു. നോക്ക് ശൂന്യമായിട്ടാണ് പത്രോസ് വന്നത് അല്ലെ. തന്റെ പടക് ശൂന്യമായിരുന്നു, പക്ഷേ കർത്താവ് അതിനെ നിറച്ചു. ഞാൻ പറഞ്ഞത് ആത്മീയമായും സ്പിരിച്വലിയും. എന്നിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യം, പത്രോസ് ഈ മീൻപിടുത്തമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് കർത്താവിന്റെ കാൽക്കലോട്ട് വീണു. ഞാൻ കുറവുള്ള മനുഷ്യനാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണം എന്ന് പറഞ്ഞപ്പം കർത്താവ് അവനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാകും. മീൻ പിടിക്കാനല്ല ഞാൻ, കർത്താവ് എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തു എങ്കിൽ കർത്താവ് തെരഞ്ഞെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. ഗോഡ് ഡെഫിനറ്റ്ലി ഹാവ് എ പർപ്പസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ആരും വെറുതെ ദൈവസന്നിധിയിൽ വന്നതല്ല, ചുമ്മാ രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ എപ്പോഴും പറയും, സ്വർഗത്തിൽ ഒരു സീറ്റ് കാലി ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളെ കൂടെ നോ അങ്ങനെയല്ല എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ കർത്താവിനൊരു പർപ്പസ് ഉണ്ട്. കർത്താവ് എന്തൊക്കെയോ നിങ്ങളിലൂടെ കർത്താവ് ചെയ്തെടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് എന്നെ നിങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ പറയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമുള്ള ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന് നോക്ക്. ജീവനുള്ള കല്ലിന്റെ അടുത്ത് ഞാൻ പത്രോസ്ലീഹ പറയുകയാണ്, തൊട്ടറിഞ്ഞ ആളാണ്, അനുഭവിച്ച ആളാണ്, ചേർന്ന് നിന്ന ആളാണ്. താൻ കർത്താവിന്റെ പല കാര്യങ്ങൾ താൻ കണ്ടതാണ്, അനേകരെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതാണ്. വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ മേൽ ഒരു കല്ല് പോലും വീഴാതെ തന്നെ സംരക്ഷിക്കുന്നത് കണ്ടതാണ്. ജീവനുള്ള കല്ലായ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് നിങ്ങളും ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ട നിങ്ങളും ജീവനുള്ള കല്ലുകൾ, അവനെ പോലെ തന്നെ ആ ജീവനുള്ള കല്ലുകളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലും ജീവൻ വ്യാപരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, നോക്ക്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗം ആക്കേണ്ടത്. നമ്മൾ പറയുവല്ലേ, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെട്ട് കഴിഞ്ഞില്ല, പണിയപ്പെടുന്നു. ഗോഡ് ഈസ് ബിൽഡിംഗ് യു. എന്നിലും നിങ്ങളിലും ഒരു പണി. എന്തുകൊണ്ടാണ് ചില വിഷയങ്ങളിലൊക്കെ ഇതുവരെ വിടുതൽ കണ്ടില്ല എന്ന് പറയുന്നു? ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ഈസ് ബിൽഡിംഗ് യു. ഹീസ് ദ ഓതർ ആൻഡ് ഫിനിഷർ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. പണി തുടങ്ങിയിട്ടുണ്ടോ ആ പണി അവസാനിപ്പിക്കും. അവന്റെ അടുത്ത് വന്നിട്ടുണ്ടോ ലഭിക്കാതെ പോകത്തില്ല. കർത്താവിന്റെ സന്നിധി വന്നിട്ടുണ്ടോ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് ഓരോ ദിവസവും ദിസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓരോ ദിവസവും നമ്മളെ രൂപാന്തരപ്പെടുത്തി മാറ്റം കൊണ്ടുവന്ന് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങൾക്ക് തിളക്കമുള്ളതായി തീരും. ഈ ദിവസങ്ങളിൽ സ്വർഗീയ വരുന്ന ആഗമനം, സ്വർഗീയ വരുന്ന സഭ നമ്മൾ ഒന്നിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവിടുകയാണ്. എനിക്കൊരു കാര്യം അറിയാം, ഈ ഉപവാസം, പുതിയ നിയമ ഉപവാസത്തെ കുറിച്ച് നോക്കുമ്പോൾ പുതിയ നിയമ ഉപവാസം എന്തെങ്കിലും കാര്യസാധ്യത്തിനുള്ള ഉപവാസമല്ല. പുതിയ നിയമ ഉപവാസം എന്റെ നിങ്ങളുടെയും ശുശ്രൂഷകൾക്ക് മൂർച്ച കൂട്ടുന്നതാണ്. നോക്ക്, പുതിയ നിയമം ഉപവാസം ഒന്നുകൂടെ എന്നെ ബെറ്റർ ആക്കുന്നതാണ്. പുതിയ നിയമ ഉപവാസം പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകവും പുതിയ നിറവും പ്രാപിക്കുന്നതാണ്. നോക്ക്, യേശു തന്നെ തന്റെ വാമൊഴിയാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി മാറിപ്പോകത്തില്ല. കർത്താവ് അവിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ പുതിയ നിയമ ഉപവാസം എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. വീണ്ടും എന്റെ വിശ്വാസത്തെ, എവിടെയെങ്കിലും ഒക്കെ വിശ്വാസം ചോർന്ന് പോയെങ്കിൽ, നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, പല ചോർച്ചകൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവും. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മൾ ബലഹീനമാകും, ചിലതൊക്കെ ഡിലേഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലൊക്കെ നമുക്ക് വെപ്രാളവും അധൈര്യവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഹി വിൽ ടോപ്പ് യു വിത്ത് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് പവർ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും, അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ആ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ആള് മാറ്റുന്നത് പോലെ ഏത് പ്രതിസന്ധി ചിലപ്പോൾ അവിടെ കണ്ടേക്കാം. പക്ഷെ ആ പ്രതിസന്ധിയുടെ അവയർനെസ് പോലും ഇല്ലാതെ, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പോലും തോന്നാത്തതുപോലെ, അതിന്റെ മേൽ മുമ്പേ ഷിന പറഞ്ഞതുപോലെ, യേശു വരിക എന്ന വാക്ക് പറഞ്ഞപ്പോൾ പത്രോസ് വെള്ളത്തിന്റെ തിരമാല ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, കാറ്റ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പത്രോസ് നടന്നു അല്ലെ.
അല്ലേ? തന്റെ നോട്ടം യേശുവിലോട്ട് നോക്കി താൻ നടക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് അവിടെ നടന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ കർത്താവ് നമുക്ക് മനുഷ്യർ തള്ളിയതാണ്. മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. നോക്ക്, ലോകത്തെ സ്നേഹിക്കരുത്, ലോകക്കാരെ സ്നേഹിക്കരുത്. നിങ്ങൾ മടക്കിക്കിട്ട് ഇന്ന് തള്ളപ്പെടൽ അനുഭവിച്ച് ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്, കറക്റ്റ് ആളുടെ അടുത്താണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ അടുത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ തള്ളത്തില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും അവൻ നിങ്ങളെ തള്ളത്തില്ല, ഉപേക്ഷിക്കത്തില്ല. സഹോദരങ്ങളെ, ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബിൽഡിംഗ് യു. എന്റെ കർത്താവ് നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പഴയ നിയമത്തിൽ യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പോകുമ്പോൾ അതിന്റെ 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ യെരമ്യ പ്രവാചകനെ കർത്താവ് ഒരു കുശവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കുശവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ആ കുശവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ കണ്ട കാഴ്ച, കുശവൻ തന്റെ ആ ചക്രത്തിന്റെ മുകളിൽ നോക്ക് ഒരു പാത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ കുശവൻ പണിയുമ്പം നമ്മൾ ഈ കുശവന്റെ പണി കണ്ടാൽ പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടത്തില്ല എന്ത് പാത്രം ഉണ്ടാക്കുന്നത്. എല്ലാത്തിന്റെ ആദ്യത്തെ ആ ഭാഗം മോൾഡ് എല്ലാം ഒരുപോലെ ഇരിക്കും അല്ലെ? അതിനെ പിന്നെയും ഡിസൈൻ ചെയ്ത് വരുമ്പോഴാണ് തന്റെ കൈക്കകത്ത് അത് ഡിസൈൻ ചെയ്ത് വരുമ്പോഴാണ് അത് മനോഹരമായ പാത്രമായി തീരുന്നത് അല്ലെ? നോക്ക്, എന്റെ കർത്താവ് ഈസ് ദ ബിഗസ്റ്റ് ആർക്കിടെക്ട്. എന്റെ കർത്താവ് ഏറ്റവും വലിയ ഡിസൈനർ. നോക്കി, ഈ ഭൂമിയെ കർത്താവ് ചമച്ചു അല്ലെ? ഈ ഭൂമിയെ ചമച്ചു, മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ആ കുശവൻ മണ്ണിൽ നിന്നൊരു പാത്രം പണിയുന്നത് പോലെ മനുഷ്യനെ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും എന്റെ കർത്താവ് എടുത്തു. താൻ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ നിങ്ങൾ കർത്താവിന്റെ പെർഫെക്റ്റ് ഡിസൈനാ കേട്ടോ. ഒരിക്കലും ഒരു കുറവ് നിങ്ങൾക്കില്ല. യു ആർ പെർഫെക്റ്റ്ലി മെയ്ഡ്. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യു ആർ വണ്ടർഫുള്ളി മെയ്ഡ്. അതിശയവും ഭയങ്കരവുമായി, അതെ, അതിശയവും ഭയങ്കരവുമായി കർത്താവ് എന്നെ നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളുടെ അകത്തുള്ള വാല്യൂ, വാസ്തവത്തിൽ ഒരു ദൈവ പൈതലിനോട് ഞാൻ പറയാം, നിങ്ങളുടെ അകത്തെ വാല്യൂ ഒരിക്കലും വിലമതിക്കാൻ മേലാത്തതാണ്. അങ്ങനെ വാല്യുബിൾ ആയിട്ടൊരു, ചിലരൊക്കെ പറയുന്നത്, ഓഹ് എന്നെ ആർക്ക് കൊള്ളാം, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ഞാൻ കൂട്ടിയാൽ എന്ത് കൂടും എന്നൊക്കെ പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര വാല്യുബിൾ ആയ വ്യക്തിയാണ്. കാരണം അതിശയവും ഭയങ്കരവുമായിട്ടാണ് കർത്താവ് എന്നെ നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്ക്, മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്നും എടുത്തപ്പോൾ ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം പൊടിയിൽ നിന്നും എടുക്കുകയാണ്. പൊടിയിൽ നിന്നും എടുക്കുമ്പോൾ ഈ ആർക്കിടെക്റ്റിന് ഒരു പെർഫെക്റ്റ് ഡിസൈൻ, തന്റെ മനസ്സിന്റെ അകത്ത് ഒരു പെർഫെക്റ്റ് ഡിസൈൻ. എങ്ങനെയാണ് ആദാമിനെ തന്റെ മനസ്സിന്റെ അകത്തിരുന്ന ആ പെർഫെക്റ്റ് ഡിസൈനിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ആദാമിനെ സൃഷ്ടിച്ച് തന്റെ ഉള്ളിൽ ജീവശ്വാസം ഊതി, തന്റെ മൂക്കിൽ താൻ ഊതിയപ്പോൾ താൻ ജീവനുള്ള ദേഹിയായി മാറി. ആദം എന്ന് പറയുന്ന വ്യക്തി, ഹി വാസ് ലൈക്ക് ഗോഡ്. ദൈവത്തെ പോലെ ആദാം ദൈവത്തെ പോലെയായിരുന്നു. ഒരു കുറവും തനിക്കില്ലായിരുന്നു. നോക്ക്, ലോകത്തിലെ സകല മൃഗങ്ങളെയും തന്റെ മുമ്പിലൂടെ കൊണ്ടുവന്നപ്പോൾ താൻ ഓരോന്നിനും എന്ത് ചെയ്തു? താൻ പേരിട്ടു. നമുക്കൊരു 10 പേര് പറഞ്ഞു, ഒരു 10 മൃഗങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലൂടെ വിട്ടിട്ട് പേര് പറഞ്ഞ് 11ാമത്തെ വരുമ്പോ നമുക്ക് കൺഫ്യൂഷനാണ്. ഇത് മാനാണോ ഇത് കലമാനാണോ? നമുക്ക് സംശയം അല്ലേ, ഇത് സാമ്പാഡിയർ ആണോ, ഇത് നമുക്ക് സംശയങ്ങൾ വരും. പക്ഷെ ആദാമിന് ഒരു സംശയവും ഇല്ല, ഒന്നിനും ഇരട്ടപ്പേരിട്ടില്ലെന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞത് സൂപ്പർ ആർക്കിടെക്റ്റ് എന്റെ കർത്താവ്. ഇവിടെ ഈ കുശവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ആ യെരമ്യാവിനെ കുശവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ചർക്കിന്റെ മേൽ കുശവൻ എന്ത് ചെയ്യുകയാണ്? ആ വീലിന്റെ മേൽ ഒരു പാത്രം താൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. 18-ാം അധ്യായത്തിലാണ് കാണുന്നത്. നോക്ക്, അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം അശ്വിന. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ നിന്ന് ചീത്തയായിപ്പോയി. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധമായിരിക്കാം, എന്നാൽ ആ അബദ്ധത്തെ അത്ഭുതമാക്കാൻ കർത്താവിന് സാധിക്കും. ഇവിടെ എനിക്ക് ഈ കുശവന് ഭയങ്കര സ്പെഷ്യാലിറ്റിയോ. കർത്താവ് ഒരു കുശവന്റെ കാര്യം പറയുകയാണ്. ഒരു കുശവന്റെ കാര്യം പറയുമ്പോൾ ഈ കുശവന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ പോട്ടർ മറ്റ് പോട്ടേഴ്സിനെ പോലെയല്ല. ഈ പോട്ടർ ഒരു സ്പെഷ്യൽ പോട്ടറാണ്. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഹി ഈസ് മൈ പോട്ടർ. എന്റെ കർത്താവ് എന്റെ കുശവനാണ്, എന്നെ ചമയ്ക്കുന്നവനാണ്, ദ ബിഗസ്റ്റ് ആർക്കിടെക്റ്റ് ആണ്. ആദ്യം തന്നെ
ആ കുശവൻ നോക്ക്, ആ പാത്രത്തിന്റെ ഡിസൈൻ തന്റെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ട്. കണ്ടു നിൽക്കുന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ല എന്താ സംഭവിക്കുന്നത്. കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ പാത്രം എങ്ങനെയാ അത് ഡിസൈൻ ചെയ്യുന്നത്, ഇത് കുടമാണോ, ഇത് കൂജയാണോ, അതോ ഇതൊരു ചെടിച്ചട്ടിയാണോ, ഇത് മറ്റെന്തെങ്കിലും ഒരു ഷോ പീസാണോ, അതോ വേറൊരു സ്കൾപ്ചർ താൻ ചെയ്യുകയാണോ, ഇതൊന്നും ആ കണ്ടു നിൽക്കുന്നവർക്ക് പിടിക്കും. പക്ഷേ നോക്ക്, ആ കുശവന്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ എന്റെ കർത്താവിന്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഉള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതാ പത്രോസ്ലീഹ പറഞ്ഞത്, രാജകീയ പുരോഹിത വർഗമായി നിങ്ങളെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞിട്ടില്ല. ചിലതൊക്കെ എന്റെ ജീവിതത്തിൽ എന്നാ സംഭവിക്കാത്തതെന്നൊക്കെ ചിലർ ചോദിക്കുമ്പം ഉറപ്പോടെ ഞാൻ പറയാം, പണി കഴിഞ്ഞിട്ടില്ല, പണിതുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ബിൽഡിംഗ് യു. പക്ഷേ എന്റെ കർത്താവ് പണിതെടുക്കും. തല കുനിയത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല. ഉടഞ്ഞാലും പണിയുന്ന ഒരു കുശവനുണ്ട്. നോക്ക്, ഈ കുശവന്റെ വീട്ടിൽ കർത്താവ് യെരമ്യാവിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഉടഞ്ഞാലും പണിയുന്ന ഒരു കുശവനുണ്ട്. ഇവിടെ നോക്ക്, ആ പാത്രം തന്റെ കയ്യിൽ നിന്നും ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം മറ്റൊരു പാത്രമാക്കി. നോക്ക്, നോർമലി ഈ കുശവന്മാരൊക്കെ അവർ പണിയുമ്പോ എന്തെങ്കിലും അഴുക്കായി പോയാൽ അതെടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് അടുത്ത കുറച്ച് അവിടെ വേറെ മണ്ണുണ്ട് നോക്ക്, അതിന്റെ പരിപാടി നിർത്തിയിട്ട് അവിടെ വേറെ മണ്ണ്. എന്നാൽ ഈ കുശവൻ അങ്ങനെയല്ല ചെയ്തത്. ഈ കുശവൻ ഡിഫറന്റ് ആണ്. കർത്താവ് പറയുന്നത്, എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ലേ? നിങ്ങളെ തകർന്നു കിടക്കുന്ന നിങ്ങളെ നോക്ക്, ഈ കുശവൻ അതേ കാര്യം തകർന്നു പോയത് എടുത്ത് മറ്റൊരു പാത്രമാക്കി. അത് എറിഞ്ഞു കളഞ്ഞിട്ട് വേറെ കുറച്ചെടുത്ത് അതിനെ മനോഹരമാക്കുക അല്ല ചെയ്തത്, അതിനെ തന്നെ പണിതു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നീ തകർന്നിരിക്കുവാണോ? ഇന്ന് നീ തളർന്നിരിക്കുവാണോ? എല്ലാം നഷ്ടപ്പെട്ടാണോ എന്നെ കേൾക്കുന്നത്? നിന്നെ മനോഹരമായ ഒരു പാത്രമാക്കാൻ. കാരണം പണി നിന്നിൽ തീർന്നിട്ടില്ല, പണി ഇപ്പോഴും നിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗമാക്കി എന്ന് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ബിൽഡിംഗ് മീ. എന്നെ കർത്താവ് ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം മുഴങ്ങിക്കേൾക്കാണ്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ ചെയ്യാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിച്ചെറിയത്തില്ലേ, തള്ളിക്കളയത്തില്ല കേട്ടോ. ഈ കുശവൻ ചെയ്തു. ഈ കുശവൻ സ്പെഷ്യൽ കുശവനാ. ഈ കുശവന് പ്രത്യേകതയുണ്ട്. സാധാരണ അതെടുത്ത് തൂരോട്ട് എറിഞ്ഞിട്ട് അടുത്ത ചേറെടുത്ത് അടുത്ത മണ്ണെടുത്ത് അതിന്റെ മേൽ വെക്കുക, നോർമൽ ഒരു കുശവൻ ചെയ്യുന്ന. എന്നാൽ ഈ കുശവൻ അങ്ങനെയല്ല ചെയ്തത്. ഈ കുശവൻ വീണ്ടും അതിനെ മോൾഡ് ചെയ്തു. എന്റെ കർത്താവും അങ്ങനെയാണ്. എവിടെയെങ്കിലും തകർന്നിരിക്കുന്നെങ്കിൽ, ഉടഞ്ഞു പോയെങ്കിൽ, മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിൽ, ഇവിടെ പത്രോസ്ലീഹ അതാ പറയുന്നത്, മനുഷ്യർ തള്ളിക്കളഞ്ഞെങ്കിലും നിങ്ങളെ ദൈവസന്നിധിയിൽ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ഒന്ന് ശ്രേഷ്ഠകരമാക്കും, രണ്ട് നിങ്ങൾക്ക് കർത്താവ് മാന്യത തരും. ഇന്ന് മാന്യത നഷ്ടപ്പെട്ടാണോ ഇരിക്കുന്നത്? എല്ലാവരുടെയും മുമ്പിൽ തല കുനിയപ്പെട്ടാണോ ഇരിക്കുന്നത്? എവിടെയും തല പുറത്തു കാണിക്കാൻ മേലാതെ പ്രതിസന്ധികളിലൂടെയാണോ ഇരിക്കുന്നത്? സഹോദര, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. സഹോദരി, തീർന്നു പോയെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? ഇല്ല, നിങ്ങളിൽ തീർന്നിട്ടില്ല. നിങ്ങൾ കർത്താവിന്റെ അടുത്ത വന്നിരിക്കുന്നു എങ്കിൽ നിങ്ങളിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. ഗോഡ് ഈസ് ബിൽഡിംഗ് യു. എന്റെ കർത്താവ് നിങ്ങളെ പണിതുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം എന്നല്ലേ? ഈ ഉപവാസ പ്രാർത്ഥന 7 6 നമ്മൾ അതിനൊക്കെ മുമ്പേ ഏത് ദിവസവും ആയിക്കോട്ടെ. പ്രൈസ് നോക്ക്, ഈ ഉപവാസം 10 days പറഞ്ഞ് കർത്താവനാസൻ തങ്കുബ്രദർ 10 ദിവസമാ പറഞ്ഞത്. ആ 10 ഇനി 10 നീണ്ടുപോകുമോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രൈസ് ഗോഡ് പ്ലാൻസ് എവരിത്തിങ് പെർഫെക്റ്റ്ലി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. കർത്താവിലും പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും ആ കർത്താവിലൊന്ന് ബലപ്പെടുത്തുകയെ വീണ്ടും അടുത്തൊന്ന് ടോപ്പ് ചെയ്ത് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. എന്നിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ഈസ് ബിൽഡിംഗ് മീ. ആരോട് പറയാണ്? നിങ്ങളെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല. തീർന്നു. ചിലരൊക്കെ പറയും, ഇനി ഞാൻ പോയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. നോക്ക്, പിശാചൻ നുണയനും നുണയന്റെ അപ്പനുമാ കേട്ടോ. അവൻ നുണ പറയും, അവൻ ചതിക്കും. എന്തിനാ? നിന്നെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് വേണം അവന് നിന്നെ മോഷ്ടിക്കാൻ.
അവന് ചെവി കൊടുക്കരുത്. പകരം എന്താ ചെയ്യേണ്ടത്? പൗലോസ് പറയുന്ന പോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടണം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങള് സഭയിലൊക്കെ കടന്നു വന്ന് തമ്മിൽ ഒന്നിച്ച് സ്തോത്രം ചെയ്ത് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ യു ആർ ബിൽഡിംഗ് യുവർ സെൽഫ്. നിങ്ങൾ വീണ്ടും പണിയപ്പെടുകയാണ്. ജീവനുള്ള കല്ല്, ആ ജീവനുള്ള കല്ലിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി പണിയപ്പെടേണ്ടതിന് ഒരു രാജകീയ പുരോഹിത വർഗമായി എന്നെ നിങ്ങളെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. നോക്ക, പണി തീരുമ്പോ നമ്മൾ ഈ ചില ബിൽഡിങ്ങിന്റെ ഒക്കെ മുമ്പിൽ ഈ ഇങ്ങനെ മറ വെച്ചിട്ടുണ്ട് അല്ലെ, അകത്ത് നടക്കുന്ന ഒന്നും കാണത്തില്ല. ഭയങ്കര നെറ്റൊക്കെ ഇട്ട് അല്ലെ ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് മറച്ചിട്ടുണ്ട്. പക്ഷെ പണി തീർന്നു കഴിയുമ്പോൾ പിന്നെ അത് അങ്ങനെയല്ല ഇരിക്കുന്നത്. അത് കണ്ട ഒരു ഗ്രീൻ നെറ്റ് ഇട്ട് അതാണ്ട് അവർ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ നോക്ക്, ആ പണിയെല്ലാം തീർന്നു കഴിയുമ്പം ആ ഗ്രീൻ നെറ്റ് അങ്ങോട്ട് മാറ്റുമ്പം അത് മനോഹരമായി തീരും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയാണ് നിങ്ങളിലൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണി തീരുന്ന ഒരു സമയമുണ്ട്. നിശ്ചയമായിട്ടും അതിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോകാനും ഇതിൽ കൂടുതൽ ബലപ്പെടാനും ഉള്ള കൃപ കർത്താവ് തരും, ബലപ്പെടുത്തും. അഭിഷേകം കൊണ്ട് കർത്താവ് നിറയ്ക്കും. പരിശുദ്ധാത്മാവ് പുതിയ തലങ്ങൾ വെളിപ്പെടുത്തും. അപ്പോൾ തന്നെ നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് മൂർച്ച കൂടാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ച വരാൻ തുടങ്ങും. നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ ഒരു ടൺ പറയുന്നത് പോലെ എന്റെ കർത്താവ് നിങ്ങളെ മൂർച്ചയുള്ള തന്റെ കയ്യിലെ ഏറ്റവും നല്ല വെപ്പണാക്കി എന്റെ കർത്താവ് നിങ്ങളെ മാറ്റാൻ കർത്താവ് ഇടയാകും. ദ ബെസ്റ്റ് വെപ്പൺ, കർത്താവിന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല വെപ്പൺ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഗോഡ് വാണ്ട്സ് ടു യൂസ് യു. നിങ്ങളിലൂടെ ചില പ്രവർത്തികൾ എന്റെ കർത്താവിന് ചെയ്തെടുക്കാനുണ്ട്. നിങ്ങളിലൂടെ ചില വീടുകളെ തൊടാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ചില രാജ്യങ്ങളെ തൊടാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ചില പട്ടണങ്ങൾക്ക് വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. നോക്ക്, നിനവയിലേക്ക് യോനായെ അയച്ചതുപോലെ നോക്ക്, യോന ചെന്ന് ആ ദൈവത്തിന്റെ ആലോചനകൾ ആ നിനവെ പട്ടണത്തിൽ പറഞ്ഞപ്പോൾ തന്നെ അവര് എട്ടിലും വെണ്ണീരിലും ഇരുന്നു. അവർ മാനസാന്തരപ്പെട്ടു. നോക്ക്, ചില വീടുകൾക്കൊക്കെ വേണ്ടി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ചില രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ എന്റെ കാര്യം ഇതുവരെ ശരിയായില്ലല്ലോ എന്ന് ചില ചിന്തിക്കുക. നിങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. God is building you. He is the biggest architect. He is the biggest builder. ഈ ലോകത്തെ തന്റെ കൈകൾ കൊണ്ട് ചമച്ചവനാണ്. നോക്കട്ടെ, ഒരു വാക്കുകൊണ്ട് സകലതും ഉളവാക്കാൻ കഴിവുള്ളവനാണ്. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ കാര്യം എന്നെ തെരഞ്ഞെടുത്തവൻ. അമ്മയുടെ ഉദരത്തിൽ, അവിടെ ഇരമ്യാവിനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. നീ നോക്ക്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. I have seen you. ആരോടൊക്കെ പറയുക, അയ്യോ ദൈവം എന്നെ അറിയുന്നത്, ദൈവം നിന്നെ അറിയുന്നുണ്ട്. നോക്ക, പൗലോസ് പറയുകയാണ്, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് അവൻ നിങ്ങളെ കണ്ടതാണ്. God knows you. God knows the end before the beginning. ആദ്യം തന്നെ അവസാനം അറിയുന്നവനാണ് കർത്താവ്. We are going through a process. ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുക. അവസാനം നല്ലതേ വരത്തുള്ളൂ. Only good will happen to you. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ലാതെ ഒന്നും വരത്തില്ല, നല്ലത് മാത്രമേ വരത്തുള്ളൂ. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. പണി നടന്നുകൊണ്ടിരിക്കുക. നോക്ക്, ആ പണിയെല്ലാം തീരുമ്പം ആ ഫ്രണ്ട് ചെയ്യാനുള്ള മറയെല്ലാം അങ്ങോട്ട് മാറ്റി കഴിയുമ്പം നിങ്ങൾ തേജസ്സുള്ള വ്യക്തിയായി, എല്ലാവരും വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയായി കർത്താവ് നിങ്ങളെ മാറ്റും. ധൈര്യത്തോടെ ഇരുന്നു. നിങ്ങൾ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? കർത്താവ് തള്ളത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തമായൊരു അഭിഷേകം ചിലരുടെ മേൽ വീഴുന്നത് ഞാൻ കാണുകയാണ്. ചില ഭവനങ്ങളുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. കാരണം എനിക്കൊരു കാര്യം അറിയാം, ഈ someone is receiving it. ചിലരൊക്കെ ഇത് പിടിച്ചെടുക്കുന്നത് ഞാൻ കാണുകയാണ്, ചിലരൊക്കെ വലിച്ചെടുക്കുന്നത് കാണുകയാണ്. ഇന്ന് രാവിലെ അഭിഷേകമാണ് നുകങ്ങളെ എല്ലാം തകർക്കുന്നത്. കർത്താവ് അഭിഷേകം കൊണ്ടും നിറവ് കൊണ്ടും കർത്താവ് നിങ്ങളുടെ മുമ്പിൽ എന്ത് വിഷയമാണോ, എന്ത് പ്രതിസന്ധിയാണോ അത് വേഗത്തിൽ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒന്നിനും ഓൾ യുവർ പ്രോബ്ലംസ് ആർ ടെമ്പററി. കേട്ടോ, ഇന്ന് കടന്നു പോകുന്ന മുഴുവൻ കാര്യങ്ങളും ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ, അത് കർത്താവിന്റെ സ്നേഹം. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും കുറഞ്ഞു പോകാത്തതാണ്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും
ഒരിക്കലും തീർന്നു പോകത്തില്ല. ഗോഡ് ലവ്സ് യു. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ ആ കർത്താവിന് ഏറ്റവും വിലപ്പെട്ട വ്യക്തി എന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഒത്തിരി വില പിടിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷയം കഴിയുമ്പോൾ ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? വില പിടിച്ചതാണ് നിങ്ങൾ. വില പിടിച്ചത് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് പിശാച് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. യേശു പറഞ്ഞ വാക്കല്ലേ, അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിക്കാനും വരുന്നു. എന്നാൽ നോക്ക്, എന്തുകൊണ്ടാണ് അവൻ വരുന്നത്? നിങ്ങളുടെ കയ്യിൽ വില പിടിച്ചതുകൊണ്ട്. യു ആർ സോ മച്ച് വാല്യുബിൾ. എനിക്ക് വിലയില്ല, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. തല ഉയർത്തിപ്പിടിക്കുക. എനിക്ക് യേശുവുണ്ട്. എന്റെ ഉള്ളിലാ ഗ്ലോറി വസിക്കുന്നത്. എന്റെ ഉള്ളിലാ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു വസിക്കുന്നത്. ദൈവം സിംഹാസനം വിട്ട് വാഴുന്നത് എന്റെ ഉള്ളിലാണ്. സോ ഐ ആം പറഞ്ഞോണേ, എനിക്ക് ഐ ആം വാല്യുബിൾ. ഞാൻ ആരും ഇല്ലാത്തവനല്ല. ഐ ഹാവ്. സോ എന്നെ കേൾക്കുന്നവർ ഡു നോട്ട് വറി. തീർന്നെന്ന് വിചാരിക്കരുത്, പണി നടന്നു. സോ വി ആർ ഗോയിങ് ടു പ്രേ. ഇന്നൊരു അഭിഷേകത്തിന്റെ വലിയ ഫില്ലിംഗ് എല്ലാവരുടെയും മേലുണ്ടാകും. പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിന്റെ വലിയ പുതപ്പ് വീടുകളിൽ ചില നുഖങ്ങളൊക്കെ തകരാൻ പോവുകയാണ്. ചില പണി അൺഫിനിഷ്ഡ് ആയി കിടക്കുന്ന ഒത്തിരി പേരെ കർത്താവിനെ കാണിക്കുകയാണ്. ആ പണി നടക്കാൻ പോവുകയാണ്. സോ ലെറ്റ് us pray. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വചനം കേട്ടവർ ശുദ്ധിയായി തീർന്നെന്നുള്ള ആ വചനം ഞങ്ങൾ പറഞ്ഞയക്കുന്നു. കർത്താവേ, ഈ വചനം കേൾപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് അത്ഭുതമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവേ, ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നടക്കുവാൻ, ഈ ലോകത്ത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നടപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ഇവരുടെ പ്രതിസന്ധികളെല്ലാം മാറട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് വചനം പറയുന്നു. മനുഷ്യർ തള്ളിയതാണെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു നാളും തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകത്തില്ല. തനികയാണെന്ന് തോന്നത്തില്ല. കർത്താവ് കൂടെയുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ നാളും ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കിൽ, ആ വാക്കിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ ഒന്നിനും കുറവ് വരത്തില്ല. അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പല പ്രാവശ്യമായി പല വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലും സൗഖ്യങ്ങളും ജീവിതത്തിൽ നടക്കട്ടെ. ഇവർ വിശ്വാസത്തിൽ മുന്നേറട്ടെ. പുറകോട്ട് നിൽക്കുന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അവർ മുന്നേറി വരട്ടെ. അവരുടെ എല്ലാ മടികളും മടുപ്പുകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദൈവിക സാന്നിധ്യത്താൽ ഓരോ ഭവനങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ ഞാൻ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞ കർത്താവ് അഭിഷേകത്തിന്റെ ഒരു പുതിയ പുതപ്പ് ഇന്ന് കേൾക്കുന്ന മുഴുവൻ പേരുടെ മേലും വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് വീടുകളിൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ അഭിഷേകം എല്ലാ നുഖങ്ങളെയും തകർക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. തകർന്നു കിടക്കുന്ന, എനിക്ക് ചെതറിക്കിടക്കുന്ന ഒരു പണിയെ കർത്താവിനെ കാണിക്കുകയാണ്. ഇഷ്ടികളൊക്കെ അവിടെ ഒരു ദർശനം പോലെ കർത്താവിനെ കാണിക്കുന്നു. മേൽക്കൂരയില്ല, ഇഷ്ടികളൊക്കെ ചെതറിക്കിടക്കുകയാണ്. അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കർത്താവിനെ കാണിക്കുകയാണ്. ദ ലോർഡ് ഇസ് ബിൽഡിംഗ് യു. എന്റെ കർത്താവ് പണിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ചില പണികൾ, അത് ചിലപ്പോൾ വ്യക്തി ജീവിതങ്ങളായിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങളുടെ ഭവനമായിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം. എവിടെയാണോ തകർന്ന് ഉടഞ്ഞു കിടക്കുന്നത്, എന്റെ യേശു അതിനെ പണിയുകയാണ്. നിങ്ങളുടെ വീടിനെ എന്റെ കർത്താവ് പണിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വലിയ പണികൾ നടക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ എന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ പണിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. അവരുടെ ഭൗതികമായ രംഗം യേശുവിന്റെ നാമത്തിൽ, വാക്വങ്ങൾ, ശൂന്യതകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിറയട്ടെ, 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 നിറയട്ടെ. ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോടും നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുകയാണ്. തലമുറകളുടെ ജീവിതത്തിൽ ചില പണികൾ നടക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രോബ്ലത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ വലിയ കൊടുക്കൽ വാങ്ങൽ ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ വരട്ടെ. അനുഗ്രഹിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മനുഷ്യർ തള്ളിയതെങ്കിലും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല.
അതാ ഇന്നത്തെ ദൂത്. ഹി ഈസ് ബിൽഡിംഗ് യു. മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യർ തള്ളി കളഞ്ഞു കാണും. മനുഷ്യർ അങ്ങനെ, അത് മാനുഷികമാണ്, അത് മനുഷ്യരുടെ സ്വഭാവമാണ്. ദാറ്റ് ഈസ് നോർമൽ. അതൊരു നോർമലാണ്. മനുഷ്യർ തള്ളിക്കളയുക എന്നുള്ളത് ദാറ്റ്സ് നോർമൽ. മനുഷ്യർ തള്ളിക്കളഞ്ഞെങ്കിലും ഒരിക്കലും തള്ളാത്ത ഒരു കർത്താവാണ്. സോ ഗോഡ് ബ്ലെസ് യു. വീക്കെൻഡാണ്. നോക്ക്, നാളെ ഞായറാഴ്ച ദിവസം നമ്മുടെ ആദ്യത്തെ സഭായോഗം രാവിലെ 6:30 മണിക്ക് ഈ ഉപവാസ പ്രാർത്ഥന കർത്താവിന്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നു. ദാറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഈ ഉപവാസത്തിന്റെ ഇടയിലും തോമസ് ഊട്ടി ബ്രദർ ഓടി വരാനും സോ രാവിലെ 6:30 മണിക്ക് ഹെവൻലി വിസ്റ്റ് കോഴഞ്ചേരി ചർച്ചിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നത്. എന്നെ കേൾക്കുന്നവർ പ്രൈസ് നിങ്ങളുടെ സഭായോഗങ്ങളെ, നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ബി വിത്ത് ദ ലോർഡ്. കർത്താവിന്റെ കൂടെ സമയം ചെലവഴിച്ച് that's the most wonderful and amazing and the sweetest thing in your life. നിങ്ങളുടെ ഏറ്റവും നല്ല സ്വീറ്റ് എന്ന് പറയുന്നത് യേശുവാണ് കേട്ടോ. ആ കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയം എനിക്ക് അത് വിവരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇറ്റ് ഇസ് സോ പ്രഷ്യസ്, സോ ഡിലൈറ്റ്ഫുൾ, സോ സ്വീറ്റ്. So God bless you. Have a wonderful day. God bless you. And share the video also. Let it be a blessing to many people. മനുഷ്യൻ തള്ളിക്കളഞ്ഞ ചിലര് കേൾക്കാനുണ്ട്. So ഒന്ന് ഷെയർ ചെയ്തു. God bless you.